എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ കഴിഞ്ഞ ദിവസം മരണപ്പെടുമ്പോ എന്താണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്? സാമ്പത്തികമായി എന്തെങ്കിലും കുറവുണ്ടോ? ഏതെങ്കിലും പ്രയാസങ്ങളുണ്ടോ? ഒന്നും തന്നെ ഇല്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു നിമിഷം അദ്ദേഹത്തിന് തോന്നിയ ഒരു ബുദ്ധിമോശം കൊണ്ട് തന്റെ ജീവിതം തന്നെ അവസാനിപ്പിച്ചു കളയുമ്പോ ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ദീപക് എന്ന് പ്രിയപ്പെട്ട സഹോദരൻ, ഇവർക്കെല്ലാം സംഭവിച്ചത് എന്താണ്? ഒരു മനുഷ്യന് അഭിമാനം എന്ന് പറഞ്ഞാൽ ആ അഭിമാനത്തിന് മങ്ങലേൽക്കുക എന്ന് പറഞ്ഞാൽ ആ അഭിമാനം കളങ്കപ്പെടുക എന്ന് പറഞ്ഞാൽ ആർക്കാണ് അതിന് സഹിക്കാൻ കഴിയുക? ആർക്കാണ് ക്ഷമിക്കാൻ കഴിയുക? മാനസികമായി അദ്ദേഹത്തിന് ഏറ്റൊരു മുറിവ്, താങ്ങാൻ കഴിയാത്ത വേദന, താങ്ങാൻ കഴിയാത്ത യാതന ഒരു നിമിഷം കൊണ്ട് തന്നെ ജീവിതം തന്നെ അവസാനിപ്പിച്ചു കഴിയുമ്പോൾ ഈ സാഹചര്യത്തിൽ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹബീബായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, ലൈസ ലഗനാ അൻ കസറത്തുൽ അർളി, ഈ ജീവിതത്തിൽ സാമ്പത്തികമായി ജീവിക്കാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും ധാരാളമായി ഉണ്ടാവുക എന്നതല്ല ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. വലാകിന്നൽ ഗിനാ ഗിനാ നഫ്സി, മാനസികമായ സമാധാനം എവിടെയാ ഉള്ളത്? സമ്പത്ത് കുറഞ്ഞു പോയാലും, കഴിക്കാൻ ഭക്ഷണം കുറഞ്ഞു പോയാലും, ജീവിത സാഹചര്യങ്ങൾ വളരെ കുറഞ്ഞു പോയാലും അവന് മാനസികമായി കിടന്നുറങ്ങാൻ കഴിയുന്നുണ്ട് എങ്കിൽ, മനസ്സിന് തൃപ്തിയുണ്ട് എങ്കിൽ, സമാധാനമായി അവന്റെ വീടിന്റെ അകത്തളങ്ങളിൽ അവന് കിടന്നുറങ്ങാൻ കഴിയുന്നുണ്ട് എങ്കിൽ അതിനാണ് ഏറ്റവും വലിയ രാജാവ് എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു തരുമ്പോൾ ഓരോ മരണവും നമുക്ക് ഗുണപാഠങ്ങളാണ്. എത്ര വലിയ സാമ്രാജ്യങ്ങൾ ഉണ്ടായാലും, എത്ര വലിയ സംവിധാനങ്ങളുണ്ട് എന്ന് പറഞ്ഞാലും എല്ലാം അവസാനിക്കുന്ന ദിവസം കടന്നു വരാനുണ്ട്. എല്ലാം ഉപേക്ഷിച്ച് കോടികളും സമ്പാദ്യങ്ങളും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഞാനും നിങ്ങളും കടന്നു പോകുന്ന ഒരു ദിവസമുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.